ഹലോ, ഇന്ന് ഞാനൊരു ഉണ്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതേപോലെ നല്ല ടേസ്റ്റിയാണ്. ഉള്ളിൽ ചെമ്മീനൊക്കെ വെച്ചിട്ടുള്ള നല്ല ഉണ്ടപ്പുട്ട്. ഒരാൾക്ക് ഒന്ന് കഴിച്ചാൽ മതി. കറിയോ പഞ്ചസാരയോ ഒന്നും വേണ്ട. ഇത് മാത്രം ഒരെണ്ണം മാത്രം ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ എന്ത് വേണമെങ്കിലും കഴിക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കുറച്ച് പത്തിരിപ്പൊടി, അതിലേക്ക് ഉള്ളി, തേങ്ങ, ജീരകം മിക്സ് ചെയ്തിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിൽ കുഴച്ച് വെക്കാം. ഉപ്പിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് നല്ലപോലെ കുഴച്ച് വെക്കാം. ഇനി വെള്ളം ഒഴിക്കട്ടെ. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വെക്കാം നമുക്ക്. അതവിടെ കിടക്കട്ടെ. ഇനി കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ചെമ്മീൻ നല്ലപോലെ തോലൊക്കെ പൊളിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട്. 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെക്കാം. അതിലേക്ക് കുറച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചെമ്മീൻ മസാല പുരട്ടി വെച്ച ചെമ്മീൻ എടുത്ത് ഇടാം. അധികം കുക്കാവൊന്നും വേണ്ട, കാരണം വളരെ ചെറിയ ചെമ്മീനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കാവും. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉണ്ടപ്പുട്ട് റെസിപ്പിയാണ്. രാവിലെ നമുക്ക് പെട്ടെന്ന് ചെമ്മീൻ തന്നെ വെക്കണമെന്നില്ല. ചിക്കനോ വെജിറ്റബിളോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ചെമ്മീനാണ് ഇടുന്നത്. ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചെമ്മീൻ പൊരിച്ച അതേ പാനിലേക്ക് തന്നെ നമുക്കൊരു സവാള ചെറുതായി കട്ട് ചെയ്തിട്ടിടാം. അതിൻ്റെ കൂടെ തന്നെ 2-3 വെളുത്ത ഉള്ളി അല്ലി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ജീരകം, 2 പച്ചമുളക് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇത്രയും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. ഉപ്പ് നമ്മൾ നോക്കിയിട്ടിട്ടാൽ മതി, കാരണം നമ്മൾ മാവിലും അരിപ്പൊടിയിലും ഇട്ടിട്ടുണ്ട്, പിന്നെ ചെമ്മീനിലും ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കൊണ്ട് വളരെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഇനി അടച്ച് വെച്ച് 10 മിനിറ്റ് കുക്കാകട്ടെ. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇപ്പം നല്ലപോലെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് വരെ അടച്ച് വെക്കാം. ചെമ്മീനും മസാലയൊക്കെ ആയിട്ടുണ്ട്. അത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നതാണ്. മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ളൊരു മസാല ഇത്. ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട്. നമുക്ക് ഉണ്ടപ്പുട്ടിൻ്റെ ഉണ്ട റെഡിയാക്കാം. ഇതേപോലെ പരത്തി അതിലേക്ക് കുറച്ച് മസാല കൂട്ടെടുത്ത് വെച്ച് റോൾ ചെയ്യാം. ഇനി ഇത് തേങ്ങയിലേക്ക് ഇട്ട് എല്ലാ വശത്തും തേങ്ങ ആവുന്ന വിധത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഇതേപോലെ എല്ലാം ആക്കി വെക്കട്ടെ. എല്ലാം ആക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ആവിയിലാണ് വേവിക്കുന്നത്. അതിനൊരു അപ്പച്ചമ്പ് അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം തിളക്കുന്നുണ്ട്. അതിലേക്ക് ഒരു പാത്രം വെച്ച് ഒരു കഷ്ണം ഇലയും വെച്ച് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് സാധാരണ ഇഡ്ഡലിയെല്ലാം ചുടുന്ന പോലെ
അതവിടെ നിന്നാവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് ഇത് കഴിക്കാത്ത ഒരാൾക്ക് വേണ്ടി ഞാൻ അവിൽ അടയാണ് ഉണ്ടാക്കുന്നത്. അവിലിൽ തേങ്ങയും പഞ്ചസാരയും കുറച്ച് ചെറിയ ഉള്ളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പഞ്ചസാരയല്ല, സോറി, വെല്ലമാണ് ഇട്ടത്. നല്ലോണം മിക്സ് ചെയ്ത് ഒരട ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ചെമ്മീൻ കഴിക്കാത്ത ഒരാളുണ്ട് ഇവിടെ, അവർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പം ഉണ്ടപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ഓക്കെ, താങ്ക് യു.